ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024 എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെമോ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ LBS സെൻറ്റർ എന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് അകത്ത് പോകണം. അതിൽ പോകുമ്പോൾ കോർണറിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യണം. അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് അകത്ത് പോകുമ്പോൾ ലോഗിൻ ഇഫ് യു ആർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ ഇത് വെച്ച് ലോഗിൻ ചെയ്യാം. ന്യൂ യൂസേഴ്സ് ആണെങ്കിൽ മേളിൽ രജിസ്റ്റർ നൗ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. അത് രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സ്റ്റുഡൻറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ക്യാപ്ച, ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് 8 ക്യാരക്ടേഴ്സ് വേണം. അതിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ കൊടുക്കാം. പിന്നെ നമ്പേഴ്സ്, സിമ്പിൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇതെല്ലാം കൊടുത്തിട്ട് രജിസ്റ്റർ കൊടുക്കണം. നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പോപ്പ് ആയി വരും. രജിസ്ട്രേഷൻ സക്സസ്. Thank you. You have successfully completed your registration. We have sent you a SMS with your registration ID. You can log in your account with this registration ID or email address along with password you have set during the registration. എന്നിട്ട് നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യണം. പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് കാണുമല്ലേ, ആ രജിസ്റ്റർ നമ്പറിലോട്ട് നമുക്ക് രജിസ്ട്രേഷൻ ID വന്ന് കാണാം. ആ രജിസ്ട്രേഷൻ IDയും നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ID, പാസ്വേഡ്, പിന്നെ ക്യാപ്ച കാണും. അത് കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിൽ നമ്മളുടെ നെയിം, ഇമെയിൽ, ഫോൺ നമ്പറൊക്കെ ഓൾറെഡി ഫില്ലപ്പ് ആയി കാണും. നമ്മളുടെ ജെൻഡർ, നേറ്റിവിറ്റി, പിന്നെ റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാറ്റഗറി, കാസ്റ്റ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ പോകുമ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടിനും സൈസ് ഉണ്ട്. രണ്ടിനും ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ രണ്ടിനും മാക്സിമം സൈസ് 100 KB ആണ്. പിന്നെ ഫോട്ടോയ്ക്ക് ഇമേജിൻ്റെ വിത്ത് 150 പിക്സൽ ആൻഡ് ഹൈറ്റ് 200 പിക്സലാണ്. മാക്സിമം അപ്ലോഡ് സൈസ് 100 KB. സിഗ്നേച്ചറിന് ഇമേജ് വിത്ത് 150 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ ആൻഡ് മാക്സിമം അപ്ലോഡഡ് സൈസ് 100 KB ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന സൈസ് വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 100 KBക്ക് മുകളിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കണം. നെക്സ്റ്റ് പേജാണ് പാരൻറ്റ് ഡീറ്റെയിൽസ്. പാരൻറ്റ് ഡീറ്റെയിൽസ് നമ്മളുടെ പാരൻസിൻ്റെ നെയിം, മോം ഓർ ഡാഡ് ആരുടെങ്കിലും നെയിം കൊടുക്കാം. പിന്നെ അവരുടെ ഓക്യുപ്പേഷൻ കൊടുക്കണം. ആൻഡ് ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റിൽ എത്രയാണോ ഉള്ളത് അത് കൊടുത്താൽ മതി. പിന്നെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കണം. ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി അതിൽ ഫില്ലപ്പ് ആയിക്കോളും. പിന്നെ പിൻ നമ്പർ കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാം. ക്വാളിഫയിങ് എക്സാമിൽ പാസ്റ്റ് ആണോ ഓർ അപ്പിയർ ആയിട്ടുള്ളതാണോ എന്ന് ചോദിക്കും. അപ്പോൾ റിസൾട്ട് വന്നവരാണെങ്കിൽ പാസ്റ്റ് കൊടുക്കുക. അല്ല റിസൾട്ട് വന്നില്ല, എക്സാം കഴിഞ്ഞില്ല എന്നുള്ളവർ അപ്പിയർഡ് കൊടുത്താൽ മതി. ആൻഡ് ക്വാളിഫയിങ് എക്സാം അതിൽ നമ്മൾ BSc ആണോ BC ആണോ അങ്ങനെ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ ക്വാളിഫയിങ് എക്സാം അത് നമ്മൾ ക്വാളിഫയിങ് എക്സാം മേളിൽ BSc സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പ് ആയിക്കോളും. ആയില്ലെങ്കിൽ നമ്മൾ ഏത് സ്ട്രീമാണ് എടുത്ത് BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ ഓർ BC ആണോ അതിവിടെ കൊടുത്താൽ മതി. നെക്സ്റ്റ് ഉള്ളതാണ് മാക്സിമം മാർക്ക് ഓർ പോയിൻറ്റ് ആൻഡ് മാർക്ക് ഓർ പോയിൻറ്റ് ഒബ്റ്റൈൻഡ്. അതിൽ CGPA ഉണ്ടെങ്കിൽ CCPA ഉണ്ടെങ്കിൽ അത് 10 ആണ് കൊടുക്കേണ്ട പോയിൻറ്റ് അതാണെങ്കിൽ. പിന്നെ മാർക്ക് എല്ലാവർക്കും മാക്സിമം ഇതായിരിക്കും, CGPA ആയിരിക്കും. അപ്പോൾ ആ CGPAയുടെ കൊടുത്താൽ മതി, CCPAയുടെ കൊടുത്താൽ മതി. അങ്ങനെ അല്ലാത്തവർ മാർക്ക് കൊടുക്കാം. മാക്സിമം മാർക്ക് CGPA ആണെങ്കിൽ 10 ആയിരിക്കും. ആൻഡ് ആ 10ന് നിങ്ങൾ എത്രയാണോ സെക്യൂർ ചെയ്തിട്ടുള്ളത് അത് കൊടുക്കണം. പിന്നെ ഇയർ ഓഫ് പാസിങ്, നമ്മൾ ഏത് ഇയറാണോ പാസ് ഔട്ട് ആയത് അത് കൊടുക്കണം. ആൻഡ് ഹോൾ ടിക്കറ്റ് നമ്പർ അത് 6th സെമ്മിൻ്റെ നമ്മളുടെ ഡിഗ്രി ഹോൾ ടിക്കറ്റ് നമ്പർ കൊടുത്താൽ മതി. ആൻഡ് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യണം. എക്സാം സെൻറ്റർ 3 ആണ് ഉള്ളത്. ട്രിവാൻഡ്രം, എറണാകുളം ആൻഡ് കോഴിക്കോട് 3 എക്സാം സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ളത് ഏതാണോ അത് കൊടുക്കാം. അത് കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുക്കണം.
നെക്സ്റ്റ് പേജാണ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉള്ളത്. നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് ഇതിൽ പേ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഓപ്ഷനുണ്ട്, ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് ചെയ്യുന്നതുണ്ട്. ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് കാണും. ഓൺലൈനാണോ ഒരു ഫെഡറൽ ബാങ്ക് ഡയറക്റ്റ് പോയി ചെയ്യുന്നതാണോ. ഓൺലൈന് കൊടുക്കുമ്പോൾ പേ നൗ എന്ന ഒരു ഓപ്ഷൻ കാണും. പേ നൗ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് സെലക്ട് ചെയ്തിട്ട് പേ ചെയ്യാം. പേ ചെയ്തിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നുകൂടെ ലോഗിൻ ചെയ്യണം. ഇത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകാൻ നമ്മൾ മാക്സിമം 6 hours വരെ വെയിറ്റ് ചെയ്യണം. ചിലർക്ക് അപ്പം തന്നെ അത് പേയ്മെൻറ്റ് റെഡിയാവും. അല്ലാത്തവർക്ക് 6 hours വരെ വെയിറ്റ് ചെയ്യണം. 6 hours വരെ വെയിറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൺഫേം ആവാത്തവർ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് വന്ന് കാണാം. അങ്ങനെ തിരിച്ച് വന്നാൽ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ വന്നില്ലെങ്കിൽ കസ്റ്റമർ കെയറിനെ വിളിച്ച് ഒന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൽ ഫസ്റ്റ് വൺ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം, പാസ്പോർട്ട് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ SSLC സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. തേർഡ് സർട്ടിഫിക്കറ്റ് ആണ് SSLC. അത് നമ്മളുടെ 10th സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആൻഡ് ഫോർത്ത് വൺ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, പ്രൊവിഷണൽ അപ്ലോഡ് ചെയ്യാം, കോൺഫിഡൻഷ്യൽ അപ്ലോഡ് ചെയ്യാം, മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യാം. ഈ ഫയൽസിനും സൈസ് ഉണ്ട്, സൈസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ സൈസിന് കൂടുതലുള്ളത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞിരിക്കുന്ന സെയിം സൈസിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇവിടെ ചൂസ് ഫയൽ കൊടുത്തിട്ട് ഫയൽ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് കൊടുത്താലേ അത് അപ്ലോഡ് ആവത്തുള്ളൂ. ഞാൻ ഇത് പേയ്മെൻറ്റ് ചെയ്തില്ല, ഇത് ഡെമോ വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഡെമോ വീഡിയോ അതുകൊണ്ട് ഞാൻ പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പേയ്മെൻറ്റ് ചെയ്താലേ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചൂസ് ഫയൽ കൊടുത്തിട്ട് ഇവിടെ ബ്ലൂ കളറിൽ അപ്ലോഡ് ഉണ്ട്. ഓരോ ഫയലിന് നേരെയും ബ്ലൂ കളർ അപ്ലോഡ് ഉണ്ട്. അപ്ലോഡ് ക്ലിക്ക് ചെയ്യണം. പിന്നെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ട്. ആ ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ മതി. നമ്മളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവും. പിന്നെ ഒരു 2 days, വിത്തിൻ 2 days നമ്മളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണോ, വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു വന്ന് ഒരു മെസ്സേജും കൂടി വരും. അപ്പോൾ 2 days കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ വെരിഫിക്കേഷൻ റിമാർക്സ് വരും. ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് പിന്നെ കറക്ഷൻ ഓർ അക്സെപ്റ്റഡ് ഡേറ്റ അതിൽ യുവർ ആപ്ലിക്കേഷൻ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന് കാണിക്കാം. ഇത് വെരിഫൈ ആയില്ലെങ്കിൽ റിജക്റ്റ് ആയാൽ ഇതിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കസ്റ്റമർ കെയറിനെ വിളിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചോദിച്ചാൽ മതി. ഇതാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡെമോ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് പിന്നെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ട്. ആ ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട്
സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ മതി. നമ്മളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവും. പിന്നെ ഒരു 2 ഡേയ്സ്, വിത്തിൻ 2 ഡേയ്സ് നമ്മളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണോ, വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു വന്ന് ഒരു മെസ്സേജും കൂടി വരും. അപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. 2 ഡേയ്സ് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വരും. ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ